അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പയർ കണ്ട വളരെ ചിത്രപ്പോരെയായിട്ടാണ്. ചീരി അത്രയേ ഇത് പച്ചച്ചീരിയാണ് കേട്ടോ. അത് മുളച്ചത് കാന്താരി തൈയാവാനാ സാധ്യത. കാന്താരി തൈ വേണ്ട ചെറിയ പച്ചപ്പ് കാണുന്നത്. അച്ഛനെ എടുത്തില്ല. ഇത് നമ്മളെ വീടാണ്. ഇത് പൊയ്യല്ലേടി. ആ കമുക്കിൻ്റെ ഓലേൻ്റെ ഉള്ളിൽ കണ്ട ചെറുങ്ങനെ ഒരാളെ കാണുന്നുണ്ട. വൈകുന്നേരം കൂടാൻ വന്നതാണ്. ചെറിയ അടക്കാക്കുരുവിയാണ് കേട്ടോ. അവിടെ ഇരുന്ന് അയാൾക്ക് ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റും കാണാം. നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ അവിടെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കണം. പാവ വെള്ളം കുടിച്ചുകൊണ്ട് നടക്കാൻ പോകാൻ ഇറങ്ങിയതാണ്. നമ്മൾ തക്കുടിച്ചക്കനാണ് കേട്ടോ. തക്കുടു അപ്പുട്ടൻ ഫുൾ ഇതും കൊഴിയുന്നുണ്ട്, രോമം കൊഴിയുന്നുണ്ട്. ചെക്കന് കുഞ്ഞ് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പാച്ചുവിൻ്റെ വയ്യെ തന്നെ നടക്കുവാണ്. വൈകുന്നേരമായി. പാച്ചുവിന് സൊള്ളാന്ന്. ഇവിടെ വന്നാൽ എപ്പോൾ ഓക്ക് തുറന്നടക്കിയ പോലെയാണ്. എല്ലാവരും പണിക്കോയാൽ നമ്മൾ മാത്രം. അപ്പം നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മിക്കവാറും. ഇവിടെ ആകുമ്പോൾ എപ്പം പുറത്തായിരിക്കും. അതുകൊണ്ട് ഒക്കെ ഇവിടെ ഇഷ്ടമാണ്. റൂട്ടും നല്ല ഓടിക്കളിക്കുന്ന തിരക്കാണ് ആശാത്തി. നാരങ്ങയെല്ലാം വലുതായിട്ടാ. നല്ല വലിപ്പം വന്നിട്ടുണ്ട്. നമുക്കെപ്പോൾ ഈ നാരങ്ങയൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇടയ്ക്കൊരു വിരുത് കണ്ട. വെള്ളത്തിൽ കൂടെ പോകുന്ന സാധനം കരയിൽ കിടക്കുന്ന കണ്ട. അതടക്കാൻ വേണ്ടി ചേട്ടാ എന്തെങ്കിലും പൊട്ടോ എന്തൊക്കെ ഉണ്ടാവും. വെള്ളം കയറുന്നുണ്ടാവും. മഞ്ഞ് വീഴാൻ തുടങ്ങി. അങ്ങ് അക്കരെ കുന്നും നിൽക്കണ്ട മഞ്ഞ്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. പക്ഷെ ഇന്ന് അങ്ങനെ കുറവാണ്.
വണ്ടികളെല്ലാം കുറവാണ്. എടാ ഈ വിള പിടിയടാ പെണ്ണിനെ പിടിയടാ. തക്കടു എന്തെങ്കിലും പറയാനുണ്ടോ? പറയടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ആ പറയടാ, നീയും പറയടി. ചെക്കൻ പാലാട്ടിക്കൊണ്ട് പോതാടാ. പാല് പിടിച്ചക്കല്ലേ കടിക്കുവാ. ഓനെന്ത് ചെയ്താലും കടിക്കൂല, സാധു കുട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ഓക്കെ ഫ്രണ്ട്സ്. ഒരു കുഞ്ഞി കുട്ടിയുണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്ന. നമ്മളെ ഈ ലൈറ്റ് വിടുമ്പോൾ ലൈറ്റും കിട്ടുമല്ലോ, വീട്ടിലെ ലൈറ്റ് ഇടുമ്പോൾ. മൂപ്പർ അവിടെ തന്നെ ദിവസം കൂടുതൽ തോന്നുന്നു. കാണുന്നുണ്ടോ അതാ കുഞ്ഞി അവിടെ പതുങ്ങിയിരിക്കുമെന്നാണ് പേടിച്ചിട്ട്.